മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് PSG മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൽ സംഭവിക്കുന്നത്? ഇന്ന് സിറ്റി 4-2 PSG പരാജയപ്പെടുന്നു. മറ്റൊരു മത്സരത്തിൽ ബയൺ മ്യൂണിച്ച് 3-0 ഫെയ്നൂദിനെതിരെ തോൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആർസണൽ ഇന്ന് 3-0 വിജയിച്ചു. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ PSG-ക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഒരുപോലെ ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് ടീമുകൾക്കും അത് മുതലാക്കാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. സവീഞ്ഞോ ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. പുള്ളിക്ക് 1-2 ഷോട്ടുകളൊക്കെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റി. പക്ഷേ ഡൊണറുമ ഫസ്റ്റ് ഹാഫിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ 1-2 ഷോട്ടുകളൊക്കെ ഹാലൻഡിന് കിട്ടി. റൈറ്റ് വിങ്ങിൽ നിന്ന് ഷോട്ട് വന്നു. പക്ഷെ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ സിറ്റിക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് വസ്തുത. PSG സൈഡിൽ നിന്ന് ജാവോ നവാസിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് സെറ്റ് പീസിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ ഡയറക്റ്റ് ഷോട്ട് ഗോൾ ലൈനിൽ നിന്ന് വാർഡിയോൾ സേവ് ചെയ്തു. ഇല്ലെങ്കിൽ 1-0 ലീഡിലേക്ക് PSG ഫസ്റ്റ് ഹാഫിലെ വരേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അഷ്റഫ് ഹക്കീമി 44-ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയത് കാരണം വാർ ഇന്റർവ്യൂൻ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യാനുള്ള ബ്രില്യൻറ്റ് ചാൻസുകൾ PSG ക്രിയേറ്റ് ചെയ്ത് അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 0-0 എന്ന നിലയിൽ കളി മുമ്പോട്ട് പോയി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ വരാനിരുന്ന എല്ലാ ഗോളുകളും സെക്കൻഡ് ഹാഫിൽ ഇരട്ടിയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മതി. സെക്കൻഡ് ഹാഫ് തുടങ്ങി 5-ാം മിനിറ്റിൽ തന്നെ ജാക്ക് ഗ്രീലിഷിന്റെ ഒരു കിടിലൻ ഗോളോടെയാണ് സിറ്റി തുടങ്ങിയത്. ഇവിടെ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഒരു ലെക്കിന്റെ ഫാക്ടർ ഉണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി ഡൊണറുമ സേവ് ചെയ്യുന്നു. ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് ജാക്ക് ഗ്രീലിഷിന്റെ കാലിലേക്കാണ് എത്തിയത്. പുള്ളി ഒരു ഷോട്ട് പോസ്റ്റിലേക്ക് എടുക്കുന്നു. അങ്ങനെ 50-ാം മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സിറ്റി എത്തുകയാണ്. വിത്തിൻ 3 മിനിറ്റ് ഈ ഒരു ലീഡ് 2-0 കൊണ്ടുപോകാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞു. ഇവിടെയും PSG ഡിഫൻഡറുടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ റൈറ്റ് വിങ്ങിൽ നിന്നിരുന്ന ഹാലൻഡിന്റെ കാലിലേക്ക് ആ പന്ത് എത്തുകയാണ്. ഇവിടെ ഗ്രിലിഷിന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയണം. പുള്ളി ഇന്ന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഹാലൻഡ് ഡയറക്റ്റ് ഷോട്ട് ഡൊണറുമ പുള്ളിക്ക് അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. അവിടെയും ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2-0 ലീഡിലേക്ക് 53-ാമത്തെ മിനിറ്റിൽ സിറ്റിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ കളി മാറ്റിയത് ബാർക്കോളയുടെ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇപ്പൊ മിഡ്ഫീൽഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മത്തായിസ് ന്യൂനസിനെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ ബാർക്കോള മുമ്പോട്ട് പോകുന്നു. ഇവിടെ 1-2 എടുത്ത് എത്ര സിമ്പിൾ ആയിട്ടാണ് സിറ്റിയുടെ ഡിഫൻസിനെ റിപ്പ് ഓപ്പൺ ചെയ്തതെന്ന് നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പൂറായിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് കണ്ടത്. ഇപ്പൊ ടെമ്പലെ ഈ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി 18 യാർഡ് ബോക്സിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാർക്കോള ബോൾ ഡെലിവർ ചെയ്യുന്നു. അങ്ങനെ 56-ാമത്തെ മിനിറ്റിൽ 1-2 PSG കളിയിലേക്ക് തിരിച്ചു വരികയാണ്. വിത്തിൻ നോ ടൈം അടുത്ത ഗോള് വരുന്നു. 60-ാം മിനിറ്റിൽ ബാർക്കോളയ്ക്ക് മറ്റൊരു ചാൻസ് കിട്ടുകയാണ്. ഇവിടെ ഡോയി ലെഫ്റ്റ് വിങ്ങിന് എടുത്തുള്ള ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടി ഡിഫ്ലക്റ്റ് ആവുന്നു. എഡേഴ്സൺ ഈ സമയം ചാടി നിലത്ത് തന്നെയാണ്. എന്നാൽ ബൈ ലക്ക് ഈ ബോൾ ഡയറക്റ്റ് ആയിട്ട് ബാർക്കോളയുടെ കാലിലേക്കാണ് എത്തുന്നത്. പുള്ളി ഒരു സിമ്പിൾ ഷോട്ട് എടുക്കുന്നു. അധികം പവർ ഒന്നും ഈ ഷോട്ടിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എഡേഴ്സൺ സേവ് ചെയ്യേണ്ട ഒരു പന്താണ്. പക്ഷെ പുള്ളിയുടെ റിഫ്ലക്ഷൻ ആ സമയത്ത് നിലത്ത് കിടക്കുന്നത് കൊണ്ട് അനുഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ 2-2 വളരെ പെട്ടെന്ന് തന്നെ PSG കളിയിലേക്ക് തിരിച്ചു വന്നു. ആ ഡിഫെൻഡിങ്ങിന്റെ ഒരു പോരായ്മ വളരെ വ്യക്തമായിട്ട് സിറ്റിയുടെ സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കോവച്ചിച്ചിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരുന്നു. മത്തായിസ് ന്യൂനസിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരുന്നു. ആളെ ശരിക്ക് ട്രാക്ക് ചെയ്യുന്നില്ല. ഒരു കട്ട് ബാക്ക് ഒക്കെ വളരെ ഓപ്പൺ സ്പേസ് പിറകിൽ വിടുന്ന ഒരു സിറ്റിയുടെ ഡിഫൻസിനെയാണ് നമ്മൾ കാണുന്നത്. അധികം വൈകാതെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. PSG സൈഡിൽ നിന്ന് 1-2 പ്ലേയേഴ്സ് എത്തി. ഇവിടെ റാമോസിന്റെ ഇൻക്ലൂഷൻ എടുത്തു പറയേണ്ടതാണ്. അധികം വൈകാതെ ഒരു സെറ്റ് പീസ് ചാൻസ് PSG-ക്ക് കിട്ടുകയാണ്. റൈറ്റ് വിങ്ങിൽ നിന്ന് ഈ ക്രോസ് എടുക്കുന്നു. ഇപ്പൊ നമ്മൾ മിനിമം 1-1 ആൾക്കാരെ മാർക്ക് ചെയ്യുക.
എന്നാൽ ജാവോ നെവാസ് ഓപ്പൺ ആയിട്ട് ഫാർ പോസ്റ്റിലുണ്ട്. പുള്ളി വളരെ ഈസി ആയിട്ട് ഓടി വരുന്നു. ഫ്രീ ഹെഡർ ആയിരുന്നു. ഹെഡേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-0 പിറകിൽ നിന്ന PSG 3-2 എന്ന ലീഡിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ശരിക്കും പറഞ്ഞ ഒരു 3-4 ചാൻസുകൾ PSG കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെമ്പലിലേക്ക് 2 ചാൻസ് കിട്ടി. അതിൽ ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടി ഡിഫ്ലക്റ്റ് ആയി പോയി. എഡേഴ്സൺ ശരിക്കും പറഞ്ഞ ആ ഷോട്ട് കണ്ടുപോലും കാണില്ല. അത്രയ്ക്കും പവറിലാണ് ഡെമ്പലെ റൈറ്റ് വിങ്ങിന് ആ ഷോട്ട് എടുത്തത്. അങ്ങനെ കളി ഇഞ്ചുറി ടൈമിലേക്ക് പോയി. ഇഞ്ചുറി ടൈമിൽ വാഡിയോളിന്റെ സൈഡിൽ നിന്ന് മറ്റൊരു മിസ്റ്റേക്ക് വരുന്നു. റാമോസ് ഈ ബോൾ റിട്രീവ് ചെയ്തുകൊണ്ട് ടാർഗറ്റിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. കളി അവസാനിക്കുമ്പോൾ 4-2 ലീഡിലേക്ക് PSG എത്തുകയും ചെയ്തു. അപ്പോൾ വാറ് ചെക്ക് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടച്ച് വാഡിയോളിന്റെ സൈഡിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഓഫ് സൈഡ് വാറ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ സിറ്റിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ ഗുണ്ടോന് ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മോശം ഫോം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പുതിയ പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഫൻസിനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.